അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ ആത്മീയ മക്കളെ, പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും അവിടുത്തെ നീതിപൂർവമായ വിധിയെയും കുറിച്ച് ചിന്തിക്കാൻ യേശയ്യ ദീർഘദർശിയുടെ പോഡ്കാസ്റ്റ് സീരീസ് നമ്മെ ക്ഷണിക്കുന്നു. വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന 22 അധ്യായത്തിൻ്റെ പോഡ്കാസ്റ്റ് കഴിഞ്ഞാലുടൻ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് പ്രത്യാശയുടെയും രക്ഷയുടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ശക്തമായ ഉൾക്കാഴ്ചകൾ നൽകുന്ന പുതിയ പോഡ്കാസ്റ്റ് കേൾക്കാൻ ഇവിടെ ലഭ്യമാകും. തിരുപ്പിറവിക്ക് മുമ്പ് ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുത്തെ വിധി നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ പാപകരമായ വഴിയിൽ നിന്ന് തിരികെ വരാൻ പ്രേരിപ്പിക്കാനാണ്. അവിടുത്തെ വിധിയിലൂടെ അവിടുന്ന് നമ്മെ വിശദീകരിക്കുകയും നമ്മിലെ തിന്മകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിധിയിൽ പോലും ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് പാപിയെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവൻ മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. യേശയ്യ ദീർഘദർശി എന്ന പേരിലുള്ള പോഡ്കാസ്റ്റ് ഈശോയെ ആണെനിക്കിഷ്ടം ടീം ഉടനെ ആരംഭിക്കുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് രക്ഷ. യേശയ്യ പ്രവാചകൻ പ്രവചിച്ചതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പുതിയ ശക്തി ലഭിക്കും. ഈ പ്രത്യാശയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ. ലോകത്തിൻ്റെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ തളരാതെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാൽ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് അർത്ഥം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആദരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, യേശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിവസവും ദൈവകൃപയിൽ വളരാം, അവിടുത്തെ കരുണയിൽ ശരണപ്പെടാം, പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഈ പുതിയ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ 66 അധ്യായങ്ങളും പൂർത്തിയാക്കുവാനായിട്ട് ദൈവം അനുവദിക്കട്ടെ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ അത് ആരംഭിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ ഈശോയെ ആണെനിക്കിഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരുമായിട്ട് ഈ ദൈവവചന ധ്യാനം പങ്കുവയ്ക്കാവുന്നതാണ്. ഈ സുവിശേഷ വേളയിൽ, ഈ സുവിശേഷ വേലയിൽ നിങ്ങൾക്കും പങ്കുകാരാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.